ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പിസ്സയാണ്. പിസ്സ നമ്മൾ സാധാ മൈദപ്പൊടി കുഴച്ചിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പ് പിസ്സയല്ല. ഇത് ഞാൻ ബ്രെഡ് വെച്ച് ഉണ്ടാക്കിയ പിസ്സയാണ്. അപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റെല്ലാം വരുന്ന നേരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പിസ്സ എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്നും പറയുന്നത് പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പിസ്സയുടെ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 മുട്ടയും ഒരു 4 ബ്രെഡ് പീസസും വേണം. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരികൊന്നും കട്ട് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 മുട്ട കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലവണ്ണം ഒന്ന് ജ്യൂസാക്കി എടുക്കണം. അപ്പോൾ ഇതിവിടെ ഞാൻ നല്ലോണം അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ആയാലും മതി. ഇനി പാനിൻ്റെ എല്ലാ ഭാഗത്തും അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പാനിൻ്റെ എല്ലാ ഭാഗത്തും അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പാനിൻ്റെ എല്ലാ ഭാഗത്തും ബാറ്റർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്കതിൻ്റെ ഒരു ഭാഗം വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ 2 മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മുടെ ഒരു ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇത് കണ്ടില്ലേ, പെർഫെക്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് പിസ്സ സോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിസ്സ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഞാനിവിടെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇത് വെച്ച് ഉണ്ടാക്കുന്ന പിസ്സ ആയതുകൊണ്ടാണ് ടൊമാറ്റോ കെച്ചപ്പ് യൂസ് ചെയ്യാൻ പറഞ്ഞത്. അതിൻ്റെ മേലെ മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ചീസും അധികം വീട്ടിലും സ്റ്റോക്കുള്ള സാധനമല്ല, പക്ഷേ പിസ്സ ഉണ്ടാക്കുമ്പോൾ ചീസ് നിർബന്ധമായിട്ട് വേണമല്ലോ. അപ്പോൾ മൊസറല്ല ചീസും ഞാൻ കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെപ്പർ പൗഡർ എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ പിസ്സ സോസ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് തക്കാളി വെച്ച് കൊടുക്കുന്നുണ്ട്. തക്കാളി ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. നിങ്ങൾക്ക് സ്ക്വയറിൽ ആണ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ അത് നിങ്ങളിഷ്ടം. ഈ പിസ്സേൻ്റെ മേലെ അറേഞ്ച് ചെയ്യുന്നതൊക്കെ നിങ്ങളിഷ്ടമാണ്. ഇഷ്ടപ്പെട്ട പച്ചക്കറികൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഞാൻ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എല്ലാം നീളത്ത് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയറിൽ കട്ട് ചെയ്തിട്ടിടാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ക്യാപ്സിക്കവും ഞാനിവിടെ അറേഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാളയെല്ലാം ഓപ്ഷനലാണ്. പിന്നെ മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കുക, ഒലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള എന്തെല്ലാം പച്ചക്കറികളുണ്ടോ പിസ്സയിൽ യൂസ് ചെയ്യാൻ പറ്റിയ അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള സാധനമാണ് ചിക്കൻ ഫ്രൈ ചെയ്തത്. ഞാനിപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ചെറിയ പീസസായി കട്ട് ചെയ്ത് ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് സാധാരണ നമ്മൾ എങ്ങനെയാണോ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാറ് അതേപോലെ ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇതൊന്നും പിന്നെ സെപ്പറേറ്റ് കാണിക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ ഫ്രൈ ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് ഉണ്ടെങ്കിൽ അത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പിസ്സയുടെ മേലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനെല്ലാം കുറച്ച് കൂടുതൽ വെക്കുന്നത് തന്നെയാണ് പിസ്സക്ക് ടേസ്റ്റ്. ചീസും പിന്നെ നമ്മുടെ ചിക്കനും കുറച്ച് കൂടുതൽ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ചിക്കനും കൂടി അതിൻ്റെ മേലെ അറേഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു സ്പൈസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് രണ്ടും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി മേലെ വീണ്ടും നമുക്ക് നേരത്തെ പോലെ തന്നെ ചീസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മേലെ ചീസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്ന് സംഭവം കഴിഞ്ഞ്. പക്ഷേ ഞാൻ ഒരു ലെയറും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾക്ക് അടച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ഇതിൻ്റെ മേലെ കുറച്ചും കൂടി പച്ചക്കറികൾ വെച്ച് കുറച്ചും കൂടി ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കുറച്ച് ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷേ കുറച്ച് സമയം നമ്മൾ വെക്കേണ്ടി വരും. അങ്ങനെ വെച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ബേസ് ചെയ്തെടുത്തത്. അപ്പോൾ അതിൻ്റെ അടി പെട്ടെന്ന് കരിഞ്ഞും പോവും, മേലത്തെ ചീസ് മെൽട്ടാവും ചെയ്യൂല. അപ്പോൾ നിങ്ങളെ തീയൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾക്കിങ്ങനെ രണ്ടാമത്തെ ലെയർ സെറ്റ് ചെയ്തെടുക്കണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാം. ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾ ഈ രണ്ടാമത്തെ ലെയർ സെറ്റ് ചെയ്യാൻ നിൽക്കണ്ട, കാരണം അടിഭാഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. തീ ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാനിതിപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇത് അറേഞ്ച് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ ഇതാ ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ മേലെ ചീസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചീസും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി മേലെ ഇട്ട് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് നമുക്ക് വെരി ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചീസെല്ലാം നല്ല മെൽട്ടായിട്ടുണ്ട്. നമ്മുടെ പിസ്സ റെഡിയായി. ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ പിസ്സ തയ്യാറാക്കി എടുത്തത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പിസ്സ ഇഷ്ടമാവും. അപ്പോൾ നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.